ഹൈറിച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വീണ്ടും ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് റുപ്പിമങ്കി വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നാളെയും പണം കിട്ടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതിനെ പൊടിപ്പും തൊങ്ങലും പിന്നെ കുറേ റിച്ച്നെസ്സും കുറേ പാർട്ട്നേഴ്സും കുറേ മൈ ഡിയർ പാർട്ട്നേഴ്സും ഒക്കെ വെച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന രീതിയിൽ കുറേ ഡയലോഗുകൾ പറഞ്ഞ് നിങ്ങളുടെ MD-യും CEO-യും എല്ലാം പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. നാളെയും പണം കിട്ടില്ല. നാളെ ബാങ്ക് അവധിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ബാങ്ക് നാളെ അവധിയല്ല. സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ അവധിയാണ്, ബാങ്ക് അവധിയല്ല. അപ്പോൾ ബാങ്ക് അവധിയായതുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ളത് ഏതെങ്കിലും സാധാരണക്കാരൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് വീണ്ടും പറയുന്നൊരു നുണയാണ്. ഈ ഹൈറിച്ച് കമ്പനി തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് എന്നുള്ളത് നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഒരു വിഷമം ഭാവിയിൽ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സംഗതി കിട്ടാതെ വരുമ്പോൾ വീണ്ടും നിങ്ങൾ വിഷമത്തിലാവുകയും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കടുങ്കൈകളൊന്നും ആരും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പണം കിട്ടുന്നത് വളരെ ഡിലേ ആവുകയോ പണം കിട്ടാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇന്ന് വൈകിട്ട് റിച്ച്നെസ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള കുറേ അഭ്യാസങ്ങൾ നമ്മൾ ഒരു കോമൺ സെൻസുള്ള ആളുകൾ ചിന്തിച്ച അതേ കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് പണം നാളെ കിട്ടില്ല എന്ന് സർക്കുലർ അയച്ച് പറയുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ ബിലൗഡ് MD ലോകത്തെ എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാനും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കാനും ദൈവം അവതരിപ്പിച്ച ഒരു ആൾ 2010 പകുതിയിലൊക്കെ പല കേസുകളിലും പല ചീറ്റിംഗ് കേസുകളിലും പ്രതിയായിട്ടുള്ള ബിലൗഡ് MD പ്രതാപൻ സാറ് വന്ന് കുറേ മധുരം പുരട്ടിയ വാക്കുകളിലൂടെ നിങ്ങളെ ഒരു സർക്കുലർ അയച്ച് പറയുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സർക്കുലർ അയക്കുന്നത് പല യൂട്യൂബർമാരും പല ആളുകളും ഇനിയൊരു സർക്കുലർ വരും എന്ന് പറയുമ്പോൾ അവരെയൊക്കെ തോൽപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ നേരിട്ട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടായാലും ഒന്നും തന്നെ പൈസ കിട്ടുന്നില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല. അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷം CEO ശ്രീന മാഡം, നിങ്ങളുടെയൊക്കെ മദർ തെരേസ അവാർഡ് വിന്നർ ശ്രീന മാഡം വന്നു. സെയിം കഥ തന്നെ. ഞാൻ പണ്ട് ഒരു 4 മാസം മുൻപ് ഹൈറിച്ച് പൊട്ടും എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ ആണ് ഹൈറിച്ച് എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നെ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് കമൻറ്റിന് ഞാൻ നാളെ വന്നൊരു വീഡിയോ ഇടാം എന്ന് ഹൈറിച്ചിൻ്റെ ഏതോ ഒരു അടിമ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അടിമയുടെ വീഡിയോയൊക്കെ ആയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോകൾ നമ്മളിടുന്നത് കൂടുതൽ ആളുകൾ ഇതുപോലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പുകളിലും ഇതുപോലുള്ള മണി ചെയിൻ സ്കീമുകളിലും പെടാതിരിക്കാനാണ്. അപ്പോൾ പെട്ടവർ ഈ ഗുരുവിളയുടെ ഒക്കെ വാട്ട് കേട്ട് അവരുടെ പണം പോയി. അവർക്ക് ജനുവരി 2 അല്ല, ഏത് 2024, 25, 26 ഏത് ജനുവരി 2 പണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൽ ചേരാത്തവർ പരമാവധി ഇതിൽ ചേരാതിരിക്കുക. അങ്ങനെ ചേരാതിരിക്കാനുള്ള ഒരു അവെയർനെസ് മാത്രമാണ് നമ്മൾ പലരും ഈ വീഡിയോ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു കാരണവശാലും പേഴ്സണലി വിഷമിപ്പിക്കാനല്ല ഈ വീഡിയോ. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഇത്തരം സ്കീമുകളിൽ, ഇത്തരം തട്ടിപ്പുകളിൽ, ഇത്തരം പ്രതാപന്മാരുടെയും ശ്രീനന്മാരുടെയും തട്ടിപ്പുകളിൽ ഭാവിയിൽ വീഴാതിരിക്കാനെങ്കിലും നിങ്ങൾക്ക് ശ്രമിക്കാം. ഇതിൽ വീണിട്ടുള്ള മിക്കവാറും എല്ലാവരും മുൻപ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികളിൽ പോയി പൈസ നഷ്ടപ്പെട്ടവരാണ്. അത് വീണ്ടും മണ്ടന്മാരാണെന്ന് തെളിയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. പിന്നെ കാണാം.